ഹലോ ഗൈസ്, നമ്മളങ്ങനെ പുതിയൊരു വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വലിയ ഉച്ചത്തിലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നടക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നല്ലോ, ചെന്നൈയിൽ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. സോ സിരിസേരി IT പാർക്കിനകത്ത് നമ്മുടെ ഒരു ക്ലയൻറ്റ്, സോ അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനും ബാലെ അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിയായി. സോ എവറിത്തിങ് വെൻറ്റ് വെൽ. സിരിസേരിയിൽ നിന്ന് ഓരോ ഓട്ടോ എടുത്തിട്ട് നമ്മൾ പെരുമ്പാക്കത്തേക്ക് വന്നു കേട്ടോ. റൂമിൽ ബാഗ് കൊണ്ടുവച്ചിട്ട് നടക്കാനിറങ്ങി. ഇവിടെ പുറത്ത് പാർക്കിൽ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കാന്താനീസ് കിച്ചൺ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓരോ ഫ്രഞ്ച് ഫ്രൈസും ബ്രെഡ് ഓംലെറ്റൊക്കെ ഓർഡർ ചെയ്തിട്ട് അവരുടെ മൊട്ടമാടിയിൽ കയറിയിരിക്കുകയാണ്, അതായത് മേലത്തെ ഫ്ലോറിൽ ഫുഡ് കഴിക്കാനായിട്ട് ചെറിയ സ്നാക്സ്. ആകാശം നോക്കിയിരിക്കുക. തൊട്ടപ്പുറത്ത് BVM ഗ്ലോബൽ സ്കൂളുണ്ട്. ഇവിടെ ബൊല്ലിനേനിക്കടുത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും എത്തിയിട്ടുണ്ട്. ഇത് കഴിക്കട്ടെ. എന്നോടൊപ്പം ബാലയും ഉണ്ട്, അതാണ് ഇത്രയധികം ഓർഡർ ചെയ്തത്. പിന്നെ പുള്ളിക്ക് മുഖം കാണിക്കാൻ ചെറിയൊരു മടി. പിന്നെ വൈകിട്ട് നമ്മൾ ഡിന്നറിന് പോകുമ്പോൾ പുള്ളി വ്ളോഗിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടത്തം ഞാൻ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ബൊള്ളിനേനിക്ക് പുറത്ത് വന്ന് പെരുമ്പാക്കെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇവിടെ ഞാൻ താമസിക്കുന്ന സമയത്തൊക്കെ കാണുന്ന സ്ഥിരം കാഴ്ചയാണ്. ഈ ഒരു 6 മണിയാകുമ്പോൾ എരുമകളും പോത്തൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുന്നത്. അങ്ങനെ ഞാനൊന്ന് സലൂണിൽ കയറി. ഐ ബാഡ്ലി നീഡ് ഹെയർ കട്ട്. ഹെയർ കട്ട് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹെഡ് മസാജും ഉണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ മുടി വെട്ടുമ്പോഴേ ഇതുപോലത്തെ മസാജും ചെയ്യണം. അതിനൊരു 150 രൂപ 200 രൂപയൊക്കെ വരും. പക്ഷേ സംഭവം നല്ല എഫക്റ്റീവാണ്. എനിക്ക് ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബാഗ് ചുമന്നുകൊണ്ടാണോ എന്തോ മുതുവിനൊരു വേദന. ഹെഡ് മസാജ് എന്നാ പേര് വെച്ചാലും ഒരു ഫുൾ ബോഡി മസാജ് തന്നെയാണിത്. ഇപ്പോൾ ഹെയർ കട്ടിനും മസാജിനും ശേഷമുള്ള എൻ്റെ ലുക്കാണിത്. എങ്ങനെയുണ്ട്? ചുള്ളനായില്ലേ? അപ്പോൾ ഡിന്നറിന് സമയമായി. എന്നോടൊപ്പം നമ്മുടെ ബാലണ്ണനുണ്ട്, പിന്നെ നമ്മുടെ ജയ് മെനോൻ സാറുണ്ട്. സാറിൻ്റെ ഈ പുതിയ ബിയേർഡ് ലുക്ക് കിടിലനായിട്ടുണ്ടെന്ന് സാറിനോട് പറയായിരുന്നു. പുള്ളിക്ക് ആ കോംപ്ലിമെൻറ്റ് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഫട്ടൌഷ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, ചെന്നൈയിലെ കുമരൻ നഗറിൽ. ബാലയുടെ സജഷനാണ് ഇവിടെ വരാൻ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇയർ വന്ന പിൻഡ് ആൻഡ് ബട്ടിൻ്റെ എക്സ്പ്രസിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇവർക്ക് ചെന്നൈക്ക് പുറമെ ബാംഗ്ലൂരിലും അതുപോലെ UAEയിലും കേരളത്തിലെ കോഴിക്കോടും ബ്രാഞ്ചസ് ഉണ്ട്. ഫുഡിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അഫോർഡബിലിറ്റി ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും പിന്നെ അവരുടെ സർവീസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് കിടിലൻ. അപ്പോൾ ഫട്ടൌഷിൽ വന്നത് എന്തായാലും നല്ലൊരു തീരുമാനമായിരുന്നു. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെ ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ അധികം ലൈവായിട്ടൊന്നും സംസാരിച്ചില്ല, ഫുൾ വോയിസ് ഓവർ ആയിരുന്നു. കാരണം പുറത്ത് ക്രൗഡും ആ ഒരു ബഹളമൊക്കെ ആയിട്ട് സംസാരം ഉണ്ടായില്ല. സോ ഇന്നിപ്പോൾ പുതിയ ഡേ. ഇന്ന് ഞാൻ ഇപ്പോൾ വൈകുന്നേരം തിരിച്ചു പോവുകയാണ്. ഫോർ ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് കല്ലടയിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. കുറേ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അവരുടെ വണ്ടി, പക്ഷേ ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. സോ നമുക്കത് നോക്കാം. അത് ഈ വ്ളോഗിൽ ഉൾപ്പെടുമോ അറിയില്ല, വ്ളോഗിൻ്റെ ലെങ്ത്ത് പോലെ. അപ്പോൾ ഇന്ന് എന്തായാലും വർക്കിംഗ് ആണ്. സോ രാവിലത്തെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അതിനുശേഷം കൊളീഗ്സൊക്കെ വരും, വർക്ക് ചെയ്യണം. വൈകുന്നേരം പറ്റിയാൽ ഒരു മിനി ട്രീറ്റ് എന്തെങ്കിലും കൊടുക്കണം. ബർത്ത്ഡേ കഴിഞ്ഞതല്ലേ, അപ്പോൾ എല്ലാവരും ട്രീറ്റ് ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം.
ഇവിടുത്തെ പൂജാ റൂമിൻ്റെ അടുത്ത് ഈ ഒരു കപ്പ് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നി. കാരണം ഇത് 2022 ന്യൂ ഇയർ സമയത്ത് എല്ലാ എംപ്ലോയീസിനും ജയ്സാർ കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വീട്ടിലേക്ക് ഇത് ഡെലിവർ ചെയ്തപ്പോഴേക്കും അത് ബ്രേക്കായി. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. ഞാൻ ഇപ്പോഴും അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ ഞാൻ നിൽക്കുന്നത്. ഇതിലുള്ള ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ടീമിലില്ല. മാത്രമല്ല കുറേ പുതിയ ആളുകളും വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. കാപ്പിക്കായിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കാപ്പി കുടിച്ചിട്ട് നമുക്ക് വാക്കിങ് തുടങ്ങാം. രാവിലെ ഈ ചെറിയ അമ്പലവും അതിന് മുന്നിലുള്ള കോലവും ഒക്കെ കാണാൻ എന്തൊരു രസമല്ലേ. ഇപ്പോൾ ജൂൺ മാസമായി. കൊന്നപ്പൂവൊക്കെ ഇപ്പോഴും ഇവിടെ വിരിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ ആകുമ്പോൾ തന്നെ കിട്ടാൻ കുറച്ച് പാടാണ്. ഒരു അരമണിക്കൂറോളം നടന്ന് തിരിച്ചിപ്പോൾ നമ്മുടെ ഓഫീസ് കം ഹോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഈ സമയത്ത് ജിമ്മിലായിരിക്കുമല്ലോ പൊതുവെ മിക്ക ദിവസങ്ങളിലും. മടി പിടിച്ച് പോവാത്ത ചില ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ജിമ്മിലായിരിക്കും. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനൊരു നടത്തം. പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ റോഡൊക്കെ ആകെ തിരക്കൊക്കെ ആയി തുടങ്ങി. കാരണം സ്കൂൾ ബസ്സസ് ഇവിടെ അടുത്ത് BVM സ്കൂളുകളുണ്ട്. സ്കൂൾ ബസ്സസിൻ്റെ തിരക്ക്. അപ്പോൾ വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റും വാങ്ങി. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കൊക്കെ കുറച്ച് സമയമെടുക്കും. ദോശ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു ദിവസത്തിന് ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുമല്ലോ. ഇപ്പോൾ ഒരു ദിവസത്തിനൊക്കെ ആയിട്ട് ദോശമാവൊക്കെ വാങ്ങിച്ചാലും നഷ്ടമല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച ആ ഷോപ്പിൽ നിന്ന് എനിക്കും ബാലയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. ഇനി വേഗം പോയി കുളിക്കട്ടെ, എന്നിട്ട് ഇത് കഴിക്കട്ടെ, അത് കഴിഞ്ഞ് വർക്ക് തുടങ്ങട്ടെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 3 ഇഡ്ഡലിയും അതിനോടൊപ്പം തന്നെ നല്ല സാമ്പാറും തേങ്ങാ ചട്ടണിയൊക്കെയാണ്. അപ്പോൾ വർക്കിലേക്ക് കയറി. ഇനി ഉച്ച സമയം വരെ വ്ളോഗിങ് ഇല്ല, ഫുൾ വർക്കാണ്, മീറ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉച്ചയ്ക്ക് വരാം കേട്ടോ. ജയ്സാറ് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ചിരട്ടപ്പുട്ടും കടലയും. രാവിലെ ഓൾറെഡി ഇഡ്ഡലി കഴിച്ചതുകൊണ്ട് ഇത് ഞാൻ തൽക്കാലം ഉച്ചയ്ക്ക് കഴിച്ചു. അപ്പോൾ താങ്ക്സ് ടു ജയ്സാർ ആൻഡ് ബീന മാം. അപ്പോൾ അശ്വതി നമ്മുടെ ഈ ഒരു വ്ളോഗിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അശ്വതി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നമ്മുടെ ലാസ്റ്റ് A2B വ്ളോഗ് എടുത്ത സമയത്ത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിലീപ്, അശ്വതി കട്ട ദിലീപ് ഫാനാണ് ഗൈസ്. പക്ഷേ ദിലീപിന്റെ സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ കണ്ടു. പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്ത സിനിമ ഏതാ? CD Musa 2. CD Musa. Yes. Eagerly waiting. ഗൈസ്, CID Musa 2 ആണ് നെക്സ്റ്റ് മൂവി എന്നാണ് പറയുന്നത്. ഐ ആം വെരി മച്ച് ഡിസപ്പോയിന്റഡ് ഗൈസ്. ആണോ? അല്ലേ? ആണ്. ബബ്ബബ്ബ. ആ ബബ്ബബ്ബ. എന്താ ബബ്ബബ്ബയുടെ ഫുൾ ഫോം? I don't know. ഒന്നും അറിയില്ല. തൃശ്ശൂർക്കാരുടെ പേര് കളയണേ കെട്ടി. ബബ്ബബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബബ്ബബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയം, ഭക്തി, ബഹുമാനം. അതാണ് ദിലീപിന്റെ അടുത്ത സിനിമ. അതുപോലും അറിയാത്തൊരു ദിലീപ് ഫാൻ എന്താ ചെയ്യാ. പക്ഷെ അശ്വതി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തില്ലേ? അടിപൊളി. ഇനി ഞങ്ങളുടെ ഹൈവേ കൂടെ പറത്തല്ലേ? പക്ഷെ സൂക്ഷിച്ചു കണ്ടൊക്കെ പറക്കാട്ടാ. കുട്ടാപ്പി എനിക്ക് ഓടിക്കാൻ തരുന്ന പ്രതീക്ഷിക്കുന്നു. എപ്പോഴാ സംഭവിക്കാൻ അറിയില്ല. കുട്ടാപ്പിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞാൻ വേറെ ആരെയും തൽക്കാലം ക്ഷണിക്കുന്നില്ല. അല്ല സാറേ, 4 ദിവസം മുന്നേ ആയിരുന്നല്ലോ സാറിന് ബർത്ത്ഡേ. അപ്പോൾ ട്രീറ്റ് എന്താ പരിപാടി? എൻ്റെ വയറ് ഇപ്പോഴും ഗാലിയാണ് കേട്ടോ. ഓഹോ, ഇതിപ്പോൾ പറഞ്ഞത് പ്ലാൻഡ് ആയിട്ട ഡയലോഗ് കേട്ടോ. കാരണം ഓൾറെഡി പിസ്സ വേണം എന്ന് അശ്വതിയും അതുപോലെ നമ്മുടെ അഭിലാഷും ജയസൂരിയും ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ പുറത്തു വരികയാണ്. അതുകൊണ്ടാണ് അശ്വതി മാത്രം ഇപ്പോൾ ഈ വ്ളോഗിൽ കാണുന്നത്. ഒരു ചോട്ട പിസ്സ പാർട്ടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടി നിങ്ങൾ കണ്ടോളൂ. പിസ്സ പാർട്ടി മാത്രമല്ലല്ലോ,
ജ്യൂസ് പൊമഗ്രാനൈറ്റ് ജ്യൂസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അശ്വതിയാണ് കേട്ടോ പോയിട്ട് പിസയൊക്കെ വാങ്ങിച്ചു കൊടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, ഒരു മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് അശ്വതി പോയിട്ട് അതൊക്കെ കൊണ്ടുവന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അർജുൻ സാറിൻ്റെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അവർ പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണട്ടെ ഗൈസ്. ഷോ മീ ദ കേക്ക്. ഇതാണ് കേക്ക്. അപ്പോൾ അർജുൻ സാറിന് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ലൈറ്റായിട്ട് സംസാരിക്കുന്നത്. സർപ്രൈസ്. യെസ് ഫ്യൂച്ചർ A4 എല്ലാമായി അർജുൻ സാറിൻ്റെ ഒരു സർപ്രൈസ്. യു ആർ വെൽക്കം. താങ്ക് യു. ഞാൻ എക്സ്പെക്ട് பண்ணல ആക്ച്വലി. ഓൾറെഡി 2 കേക്ക് മുറിച്ചിട്ടேன். ബർത്ത്ഡേക്ക് 3ാമതാ കേക്ക് മുറിக்கிறேன். இல்ல அது நான் எக்ஸ்பெக்ட் பண்ணல சீரியஸா. थैंक यू एनीवेज. பாலா സാർ ഇല്ലാത്ത ഒരു കേക്ക് കട്ടിങ്ങേ ഇല്ല. ആക്ച്വലി இந்த மாதிரி പ്ലാൻ இருக்குனா ജയ്സാറെ കോൾ பண்ணிருக்கலாம். അവര് இப்போதான் போணும். പിള്ളേര് എനിക്കൊരു സർപ്രൈസ് തന്നു. കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാല പോകുന്നതിന് മുമ്പ് ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി ആവാന്ന് വിചാരിച്ചു. അപ്പോൾ ജയ്സാറ് വീട്ടിൽ പോയിരിക്കാം ലഞ്ച് കഴിക്കാനേ. സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലയ്ക്ക് ലേറ്റായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് ബാല உங்களுக்கு ടൈം ആച്ചാന്ന്. അവസാനം പുള്ളിക്കാരനത് ഭയങ്കര ലേറ്റായിപ്പോയി. എന്തായാലും റാപ്പിഡെ കയറ്റി വിട്ടുണ്ട്. സമയത്തിന് മൂപ്പർക്ക് ബസ് കിട്ടട്ടെ. ഈ നായ കുറച്ച് പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവൻ ഐസ്ക്രീമൊക്കെ കൊടുത്തപ്പോൾ അവനത് പോരാ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ കല്ലട ബസ്സിൻ്റെ ആൾക്കാർ എൻ്റെ പരിപാടി കുറച്ച് ഡിലേ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അത് കുറച്ചൊക്കെ അധികം പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. ഈ വ്ളോഗ് എന്തായാലും നല്ല ഡ്യൂറേഷൻ വന്നിട്ടുണ്ട്. ഇതുണ്ട് അവിടെ അശ്വതി വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കണു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വ്ളോഗർമാരുടെ ഓഫീസാണോ, ആരും പണിയെടുക്കുന്നില്ല എന്ന് വിചാരിക്കും. പണിയൊക്കെ ഉണ്ട്, പണിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ള സമയത്താണ് ഇമാതിരി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, ഷെയറിലൂടെ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗ് ഇവിടുന്ന് തിരിച്ച് പാലക്കാടേക്ക് പോകുന്ന കാഴ്ചകളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.